സാധാരണക്കാരുടെ ജീവന് ഒരു വിലയും നൽകാത്ത, അത് പാക് പൗരന്മാരാകട്ടെ അന്യരാഷ്ട്രത്തിലുള്ള പൗരന്മാരാവട്ടെ, അവരുടെ ജീവൻ ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്നതാണ്. പാക് എംപിയോട് യുദ്ധം തുടങ്ങിയാൽ അതിർത്തി മേഖലയിലേക്ക് പോകുമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഇംഗ്ലണ്ടിലേക്ക് പോകും എന്ന് പറയുന്ന എംപിമാരാണ് പാകിസ്ഥാനിലുള്ളത്. അവർ അവരുടെ ജീവന് മാത്രം സുരക്ഷ ഒരുക്കുന്നതിന്റെ തിരക്കിലാണ്. അവർക്ക് അത് മാത്രമാണ് കൺസേൺ. ജനങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്നോ അവരുടെ ജീവിത സാഹചര്യം എന്തെന്നോ ഒരു യുദ്ധത്തിന് പറ്റുന്ന സാഹചര്യമാണോ എന്നത് പോലും മാനിക്കാത്ത ഭരണാധികാരികളുള്ള നാട്ടിലാണ് ഈ മറ്റ് രാഷ്ട്രങ്ങളിലെ പൗരന്മാർ ഉൾപ്പെടെയുള്ള വിമാനങ്ങൾ കവചമാക്കിക്കൊണ്ട് ഒരു ആക്രമണം ഇന്ന് 3ാം ദിവസവും ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ നടത്തുന്നത്. അതിർത്തിയിൽ ഇപ്പോഴും കനത്ത ഷെല്ലിംഗ് തുടരുന്നു എന്ന വിവരങ്ങൾ തന്നെയാണ് വരുന്നത്. പലയിടങ്ങളിലും അത്തരം റിപ്പോർട്ടുകളുണ്ട്. നമ്മൾ പലയിടങ്ങളിലും അത് കൃത്യമായി പ്രതിരോധിക്കാൻ ഇന്ത്യൻ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും ഒരു വീട്ടിലേക്ക് ഷെൽ പതിച്ചു എന്ന വിവരം വരുന്നു. അവിടെ 3 പേർ ഹോസ്പിറ്റലൈസ്ഡ് ആണ് എന്ന വിവരം വരുന്നു. അത് ഫിറോസ്പൂരിലാണ്. അത് അങ്ങനെ ഒരു ദുഃഖകരമായ വാർത്ത കൂടി വരുന്നുണ്ട്. ഇന്നലെ നമ്മൾ എല്ലാ ആക്രമണങ്ങളെയും ചെറുത്തുവെങ്കിൽ പോലും നമുക്ക് ഉറിയിലും പൂഞ്ചിലും ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. 4 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. ഇതിനോടകം 2 സൈനികരുടെ ജീവനും നഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു സൈനികന്റെയും ഒരു മനുഷ്യന്റെയും ജീവൻ നഷ്ടപ്പെടരുത് എന്ന ആഗ്രഹം ഇന്ത്യയെ സംബന്ധിച്ചുണ്ട്. ഇത് എസ്കലേറ്റ് ചെയ്യരുത് എന്ന ആഗ്രഹമുണ്ട്. പക്ഷേ പാകിസ്ഥാൻ പ്രകോപനം തുടർന്നാൽ തിരിച്ചടിക്കുകയല്ലാതെ മറ്റു വഴി ഇന്ത്യക്ക് മുന്നിലില്ല എന്നതാണ് സാഹചര്യം. പ്രകോപനം തുടരുക മാത്രമല്ല, പ്രകോപനപരമായ പരാമർശങ്ങൾ, ഡി എസ്കലേഷൻ എന്നൊന്ന് തങ്ങളെ കൊണ്ട് ഇനി സാധിക്കില്ല. ഇതൊരു ഫുൾ ബ്ലോൺ വാർ, ഒരു പൂർണ്ണ യുദ്ധമായി തന്നെ മുന്നോട്ട് പോകുമെന്നൊക്കെ പറയാൻ ധൈര്യം കാണിക്കുന്ന, അതും എവിടെയാണ് രേണു പറയുന്നത്? അതാണ് ഏറ്റവും ശ്രദ്ധേയം. പാകിസ്ഥാൻ പാർലമെന്റിലോ മന്ത്രിസഭാ യോഗത്തിലോ അല്ല, ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് യുദ്ധമല്ലാതെ, യുദ്ധത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, യുദ്ധവുമായി മുന്നോട്ട് പോകാമെന്ന് പറയുന്ന ഒരു പ്രതിരോധ മന്ത്രിയുള്ള നാടാണ് പാകിസ്ഥാൻ എന്ന് ഓർക്കണം. മനോഭരത്ത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. മനുവിലേക്ക് പോകുന്നതിന് മുമ്പ് ജയശങ്കറുമായും ഫോറിൻ സെക്രട്ടറിയുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയെന്ന ഒരു വിവരം കൂടി വരുന്നുണ്ട്. ഇപ്പോഴും ദില്ലിയിൽ അപ്പോൾ തിരക്കിട്ട ചർച്ചകൾ തുടരുക തന്നെയാണ്. മനു, ഇപ്പോൾ കൂടുതൽ ആക്രമണത്തിന്റെ വിവരങ്ങൾ പുറത്തുവരുന്നു. അതിനോടൊപ്പം ഏറ്റവും സുപ്രധാനമായ ഔദ്യോഗിക റിലീസ് വന്നിരിക്കുന്നു മിനിസ്ട്രി ഓഫ് ഫൈനാൻസിൽ നിന്ന്. പാകിസ്ഥാന് $1 ബില്യൺ നൽകാനുള്ള എക്സ്റ്റൻഡഡ് ഫണ്ട് ഫെസിലിറ്റി ചർച്ച ചെയ്യുമ്പോൾ അതിനെതിരെ ശക്തമായ നിലപാട് എടുത്തിരിക്കുന്നു. അതുപോലെ പാകിസ്ഥാന് ക്ലൈമറ്റ് റെസിലിയൻസിന് വേണ്ടി അനുവദിക്കാൻ തയ്യാറെടുക്കുന്ന $1.3 ബില്യൺ കുറിച്ചുള്ള കാര്യങ്ങൾ പുനഃപരിശോധിക്കണമെന്ന ശക്തമായ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. അങ്ങനെ സാമ്പത്തികമായ ഒരു പ്രത്യാക്രമണം ഇന്ത്യയുടെ ഭാഗത്ത് നടന്നിരിക്കുന്നു. വാഷിംഗ്ടണിലാണ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ ഡയറക്ടർ ബോർഡ് യോഗം ചേർന്നത്. ആ ഘട്ടത്തിലാണ് ഇന്ത്യ ഇത് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം നൽകിയത്. പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് വീണ്ടും ഇത് ഒരു പാകിസ്ഥാൻ നടത്തുന്ന ആക്രമണത്തെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു. ഇത് തങ്ങളുടെ മറുപടിയാണ് എന്ന തരത്തിലൊക്കെയുള്ള പ്രതികരണമാണ് എക്സിൽ നടത്തുന്നത്. ഇത് ടിറ്റ് ഫോർ ടാറ്റ് എന്ന തരത്തിലാണ്. അപ്പോൾ പ്രകോപനപരമായ പ്രതികരണങ്ങൾ അവിടുത്തെ പ്രതിരോധ മന്ത്രിയിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നു എന്നതാണ്. പ്രകോപനം സൃഷ്ടിച്ച് ആക്രമണം കൂട്ടുക, അതുപോലെ സംഘർഷാവസ്ഥ കൂടുതൽ വിപുലമാക്കുക തുടങ്ങിയ നയങ്ങൾ വളരെ തുറന്നു തന്നെ വളരെ പരസ്യമായി പാകിസ്ഥാൻ ചെയ്യുന്നു എന്നതിൻ്റെ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശ്രീനഗർ എയർപോർട്ടിന് സമീപം ഒരു ബ്ലാസ്റ്റ് സൗണ്ട് കേട്ടിരിക്കുന്നു. അത് വളരെ ഉഗ്രശബ്ദത്തിലുള്ള ഒരു പൊട്ടിത്തെറിയാണ്. അതെന്താണെന്നുള്ള പരിശോധനകൾ നടക്കുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ ശ്രീനഗർ എയർപോർട്ട് ലക്ഷ്യമാക്കിയുള്ള ആക്രമണം കഴിഞ്ഞ ദിവസവും നടന്നിരുന്നു. അത് വളരെ ഫലപ്രദമായി ചേർത്തിരുന്നു. പക്ഷേ ഇന്നിതാ വീണ്ടും ശ്രീനഗർ എയർപോർട്ടിന് സമീപത്ത് ഒരു ഹെവി ബ്ലാസ്റ്റിന്റെ ശബ്ദം കേട്ടു എന്ന് പറയുന്നു. അത് എന്താണ് എന്ന പരിശോധന തുടരുകയാണ്. അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു സംഘർഷമുഖത്ത് സ്വാഭാവികമാണെങ്കിൽ പോലും ഇന്ത്യയുടെ ഒരു പൗരന് പോലും ഒരു ചെറിയ പരിക്ക് പോലും ഏൽക്കാതെ ഇത് മാറണം, ഇത് അവസാനിപ്പിക്കണമെന്നാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. പക്ഷേ ദൃശ്യങ്ങളിൽ നമുക്ക് പരിക്കേറ്റവരെ കാണാം. 3 പേർക്ക് ഫിറോസ്പൂരിൽ 3 പേർ, ഒരു വീടിന് നേർക്കുണ്ടായ ആക്രമണത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പലയിടത്തും ബ്ലാക്ക് ഔട്ടാണ്. പക്ഷെ ആ ബ്ലാക്ക് ഔട്ടിനിടയിലും ജനവാസ കേന്ദ്രങ്ങളിലേക്കൊക്കെ വരികയാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം. ആ ദൃശ്യങ്ങളിലേക്കൊന്ന് പോയതാണ്. മനു, തുടർന്നോളൂ. इधर पैप ज्यादा ना खिंच, पानी पा।
ജമ്മുകശ്മീരിന്റെ പല ഭാഗങ്ങളിലും രൂക്ഷമായ ഡ്രോൺ ആക്രമണവും തിരിച്ചടിയും ഒക്കെ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സാംബ മേഖലയിലൊക്കെ അവിടെ ഇത് ജമ്മുകശ്മീരിൽ നിന്നുള്ള ഒരു ദൃശ്യമാണെന്ന് മനസ്സിലാക്കുന്നു. നമ്മൾ വളരെ ശ്രദ്ധയോടെ വേണം ദൃശ്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ. കാരണം അത്രയേറെ വ്യാജ ദൃശ്യങ്ങളും വ്യാജ വാർത്തകളും പ്രചരിക്കുന്ന ഒരു സമയമാണ് ഇത്. നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് ജമ്മുകശ്മീരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. മനു, അതെ, ഇപ്പോൾ ഈ ജമ്മു കശ്മീരിലെ ശ്രീനഗർ എയർപോർട്ടിന് സമീപത്തുള്ള ശക്തമായ സ്ഫോടനം എന്താണെന്നുള്ള പരിശോധനകൾ നടക്കുന്നു. അവിടെ കനത്ത ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നു. മറ്റ് ഇടങ്ങളിൽ ഇന്ത്യ വളരെ ശക്തമായി തിരിച്ചടിക്കുന്നു എന്ന വിവരങ്ങൾ തന്നെയാണ് വരുന്നത്. ഗുർദാസ്പൂരിൽ വ്യോമ ആക്രമണം നടത്തുന്നു. ഡ്രോൺ അവന്തിപുരയിൽ ഒരു ഡ്രോൺ വെടിവെച്ചിട്ടതായി വരുന്നു. അവിടുത്തെ സൗത്ത് കശ്മീരിലെ എയർഫോഴ്സ് സ്റ്റേഷന് സമീപത്താണ് ഒരു ഡ്രോൺ ആക്രമണം ഉണ്ടായത്. ആ ഡ്രോൺ അവിടെ വെടിവെച്ചിട്ടിരിക്കുന്നു എന്ന വിവരങ്ങൾ വരുന്നു. ഓപ്പറേഷനുകൾ തുടരുകയാണ്. ഈ ഘട്ടത്തിലാണ് പ്രധാനമന്ത്രി, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും അതുപോലെ വിദേശകാര്യ മന്ത്രിയുമായ എസ് ജയശങ്കർ തുടങ്ങിയവരുമായി വീണ്ടും ചർച്ചകൾ നടത്തുന്നു. ഫോറിൻ സെക്രട്ടറി വിക്രം മിശ്രയും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എന്ത് നടപടി സ്വീകരിക്കണമെന്ന കൂടിയാലോചനകളായിരിക്കും സ്വാഭാവികമായി നടക്കുക. അത് കഴിയുമ്പോൾ എന്ത് പ്രത്യാക്രമണം ഉണ്ടാകുമെന്നത് വ്യക്തമാകും. ഇപ്പോൾ ഇന്ത്യ പ്രതിരോധം നടത്തുന്നു എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. കനത്ത പ്രത്യാക്രമണം ഉണ്ടാകുമോ എന്ന ആശങ്ക വരുന്നു. 3 ആർമി ക്യാമ്പുകൾക്ക് നേരെ ആക്രമണം നടന്നിരിക്കുന്നു. പൂഞ്ചിലെ ഒരു ആർമി ക്യാമ്പിന് നേരെ ആക്രമണം നടന്നിട്ടുണ്ട്. കത്വയിലെ ഒരു ആർമി ക്യാമ്പിന് നേരെ ആക്രമണം നടന്നിട്ടുണ്ട്. ഉധംപൂരിൽ ഒരു ആർമി ക്യാമ്പിന് നേരെ ഒരു ആക്രമണം നടന്നിട്ടുണ്ട്. ഈ 3 എണ്ണവും ഡ്രോൺ ഉപയോഗിച്ചുള്ള ആക്രമണമാണ് നടന്നിരിക്കുന്നത്. രാജസ്ഥാനിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബാർമറിൽ ഒരു ഡ്രോൺ ആക്രമണം വന്നത്. അത് ഫലപ്രദമായി തടയാൻ കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഡ്രോൺ തകർക്കാൻ കഴിഞ്ഞു എന്നാണ് അവകാശവാദം നമ്മൾ ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റം പത്താൻകോട്ടിലും അമൃത്സറിലേക്കും വന്ന ഡ്രോണുകളെ ന്യൂട്രലൈസ് ചെയ്തിരിക്കുന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. അമൃത്സറിൽ 4 ഡ്രോണുകൾ അമൃത്സറിൽ മാത്രം തകർത്തു എന്നതാണ് അറിയുന്നത്. 10 മുതൽ 11 ഡ്രോൺസ് ആണ് കച്ചിൽ ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. ജമ്മു ആൻഡ് കാശ്മീരിലെ അഖ്നൂറിൽ തീവ്രമായ ഷെല്ലിംഗ് നടക്കുന്നു എന്ന വിവരം വരുന്നു. ബാർമറിൽ റെഡ് അലർട്ടാണ്. വലിയ രീതിയിലുള്ള ആക്രമണം അവിടെ തുടരുന്നു എന്ന വിവരം വരുന്നു. കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ടാണ് കശ്മീരിൽ. കശ്മീർ വാലിയിൽ നേരത്തെ തന്നെ ഈ മുൻകരുതൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ കശ്മീർ വാലി പൂർണ്ണമായും ബ്ലാക്ക് ഔട്ടിലാണ്. അത് പുലർച്ചെ വരെ തുടരാനുള്ള സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. വലിയ രീതിയിലുള്ള ടെൻഷൻ അതിർത്തിയിൽ ഉടനീളം നിൽക്കുകയാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും, അതിർത്തി പ്രദേശങ്ങളിലെ എല്ലാ സംസ്ഥാനങ്ങളും ആക്രമണത്തിന് വേദിയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ കൃത്യമായി ഈ ഷെല്ലിങ്ങിനെ തകർക്കാൻ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾക്കാകുമ്പോൾ പോലും ചില കാഷ്വാലിറ്റീസ് ഉണ്ടാകുന്നു എന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. അത് ഫിറോസ്പൂരിലാണ് 3 പേർക്ക് വലിയ രീതിയിലുള്ള പരിക്കേറ്റിട്ടുള്ളത്. അത് വീട്ടിന് ഉള്ളിലുണ്ടായിരുന്നവർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. നമ്മൾ നേരത്തെ മറ്റൊരു ദൃശ്യം കൂടി കാണുകയുണ്ടായി. ചില കാഷ്വാലിറ്റികൾ ഉണ്ടാകുന്നു. അതേസമയം ഇന്ത്യൻ സൈന്യം കരുത്തോടെ പ്രതിരോധിക്കുന്നു ആക്രമണങ്ങളെ എന്നും മനസ്സിലാക്കുന്നു. മനു.